ഈയിടയിൽ എനിക്ക് അത്യാവശ്യമെന്ന് തോന്നിയ ഒരു സാധനമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ കുറച്ച് കാർഡ്ബോർഡ് പീസൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ പലർക്കെങ്കിലും ഇത് മനസ്സിലായി കാണും ഞാൻ എന്താ ഉണ്ടാക്കാൻ പോണേന്ന്. എന്തായാലും വീഡിയോയിലേക്ക് വരാം. കാർഡ്ബോർഡ് പീസിന്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് സാധനം ചെയ്യാൻ എന്തെങ്കിലും ക്രാഫ്റ്റ്സ് ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ സമയത്ത് എൻ്റെ കയ്യിൽ കാർഡ്ബോർഡ് പീസ് ഉണ്ടാവില്ല. ഇനി കാർഡ്ബോർഡ് പീസ് കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിങ്ങനെ മാറ്റി വെച്ച് അത് ഇരുത്തി കുതിർത്ത് വേറെ എന്തോ ഫോമിലാക്കി മാറ്റും. എന്നിട്ട് ഞാൻ അവസാനം എടുത്ത് കളയുകയും ചെയ്യും. ഇതാണ് അവസ്ഥ. എന്തേലും ഉണ്ടാക്കാൻ വേണ്ടി തന്നെ മാറ്റി വെക്കുന്ന ആയിരിക്കും, പക്ഷേ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതെന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ഇരിക്കുന്ന കാർഡ്ബോർഡ് പീസിനും ഇതുപോലൊരു കഥയുണ്ട്. എൻ്റെ കയ്യിൽ കുറേ നാൾക്ക് മുന്നേ വന്ന ഒരു സംഭവമാണ്. അത്യാവശ്യം വലിയ പെട്ടിയായതുകൊണ്ട് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വെട്ടി നുറുക്കിയാണ് ഞാൻ ഈ പീസിലൊക്കെ ഇപ്പോൾ എടുത്ത് മാറ്റി വെക്കുന്നത്. കാരണം ഇനി അത് എടുത്തില്ലെങ്കിൽ അതിരുന്ന് കുതിരും. എന്തായാലും സംഭവം ഇപ്പോൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പോർഷനിൽ എത്തിയപ്പോഴത്തേനും എൻ്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ ടേപ്പ് അങ്ങ് തീർന്നു. ഏതാണ്ട് അവസാന ഭാഗം എത്തിയപ്പോഴും കണ്ടാ അത് തീർന്നു പോയത്. പിന്നെ എനിക്കത് ചെയ്യണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ എന്തായാലും തുടങ്ങി വെച്ചതല്ലേ, ചെയ്ത് തീർത്തേക്കാന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ബാക്കി സാധാ പ്ലെയിൻ ടേപ്പിലങ്ങ് ഒട്ടിച്ചു. അതിൻ്റെ ഒരു ഇൻപെർഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ നോ മൈൻഡ്. ലുക്കിലല്ലല്ലോ വർക്കിലാണല്ലോ കാര്യം എന്ന് പണ്ടാരോ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ഇതാണ് സംഭവം സെറ്റാക്കി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ, ഒരു ബുക്ക് ഹോൾഡറാണ് ഇത്. എനിക്ക് അത്യാവശ്യമായിരുന്നു. സോ ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളുമായിരുന്നു. അതിനുശേഷം എൻ്റെ അല്ലറ ചില്ലറ മറ്റു കാര്യങ്ങളും കൂടെ ഇതിനകത്ത് കുത്തിക്കേറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി വൈറ്റ് ടേപ്പ് വാങ്ങിച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കണമെന്നുണ്ട്. അത് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇഷ്ടമായോ?